വിഷയത്തിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം വരുന്നു. രാജേന്ദ്രൻ അയാളുടെ സ്വകാര്യ ആവശ്യത്തിന് പോയതാണെന്നും ഊഹാപോഹങ്ങൾക്ക് പുറകെ പോകാനില്ലെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ് പ്രതികരിച്ചു. പോകുന്നു എന്ന് പറയുന്നൊരു കിംവദന്തി പരക്കുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയില്ല. ഒരാൾ ഡൽഹിക്ക് പോയാൽ പറഞ്ഞാൽ BJP ചേരാനാണ് നമ്മളിതിനാ ദുർവ്യാഖ്യാനം നടത്തുന്നത്. ഒരാവശ്യമില്ലാത്ത കാര്യം. അയാൾ ഡൽഹിയിൽ പോയി അയാൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവാം, അത് സംബന്ധിച്ചുള്ളത് പോയത് മാത്രമേ ഉള്ളൂ. രാജേന്ദ്രൻ BJPക്ക് എത്തിക്കില്ല എന്ന് രാജേന്ദ്രൻ തന്നെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറമായി ഏതെങ്കിലും ഊഹാപോഹത്തെ അടിസ്ഥാനത്തിൽ പോകേണ്ട യാതൊരു കാര്യവും CPMനെ സംബന്ധിച്ചിട്ടില്ല. ആ സഖാവ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും അവിടെ കൺവെൻഷനിൽ പങ്കെടുക്കുകയും അതിനോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമെന്ന് പറയുകയും ചെയ്യണം, ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളിങ്ങനെ അയാൾ എവിടെയെങ്കിലും പോകുന്നതിന് പുറകെ നടന്ന് രാജേന്ദ്രൻ BJP പോയി എന്ന് നിങ്ങൾ പറയുന്നത്, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ BJP ചേരുന്നു എന്ന് രാജേന്ദ്രൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? ജനം പറഞ്ഞോ? അതിപ്പോൾ സ്വാഭാവികമായി അയാൾ ഡൽഹിയിൽ പോയി, അയാൾ XMLA ആണ്, ദീർഘകാലത്തെ പൊതുപ്രവർത്തന അനുഭവങ്ങളൊക്കെയുള്ള സഖാവാണ്. അയാൾക്കെതിരെ ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ പോയിട്ട് വരണ്ടെന്ന്. അത് CPMനകത്ത് ഒരാളിൻ്റെ അംഗത്വം പുതുക്കുന്നതിന് അതിൻ്റെ ചില ഭരണഘടനാപരമായ സംഘടനാപരമായുണ്ട്. വർഷത്തിലൊരിക്കൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്ന സംഘടനാ രീതിയാണ് ഞങ്ങൾക്കുള്ളത്. അത് പുതുക്കേണ്ട സമയമാകുമ്പോൾ അതിൻ്റെ പ്രക്രിയ പൂർത്തിയാവും, മെമ്പർഷിപ്പ് പുതുക്കും. മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് പാർട്ടി തുടരാൻ പാടില്ല എന്നില്ല. മെമ്പർഷിപ്പിൽ ചില ആളുകൾ ഒഴിവാക്കപ്പെട്ടു പോകും. ആ ഒഴിവായവരും അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി തുടരാം. അത് CPMൻ്റെ സംഘടനാപരമായ ഒരു പ്രക്രിയയാണ് വർഷത്തിലൊരിക്കൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നുള്ളത്. ആ മെമ്പർഷിപ്പ് പുതുക്കേണ്ട സമയത്ത് അവർ പുതുക്കും. അതെല്ലാവർക്കും ബാധകമായ കാര്യമാണ്.